സദസ്സില്ല സ്വാമി, വേണ്ട, സമയം നിശ്ചയിച്ചാൽ ആ സമയനിഷ്ഠ പുലർത്തുക. ഇത് പറയുമ്പോൾ ഒറ്റ സംഭവം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കാം. ഇന്ന് ആയിരക്കണക്കിന് സജ്ജനങ്ങൾ ഓരോ വേദാന്ത ക്ലാസ്സിനും പ്രഭാഷണത്തിനും ഒത്തുചേരുന്ന സ്ഥലമാണ് മൈലാപ്പൂരിൽ ശ്രീരാമകൃഷ്ണ മഠം. ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യനായ രാമകൃഷ്ണാനന്ദ സ്വാമികളാണ് അവിടുത്തെ പ്രഥമാചാര്യൻ, സംസ്ഥാപകൻ. ആ കാലത്ത് സ്വാമിജി തന്നെ കടലാസിൽ എഴുതും, ഇന്ന ദിവസം ശ്രീമദ് സ്വാമി രാമകൃഷ്ണാനന്ദ സ്വാമിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുമെന്നൊക്കെ എഴുതി മദ്രാസിൽ, അന്ന് ചെന്നൈ അല്ല, അന്ന് മദ്രാസ് എന്നാണ് പേര്, പല പല സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വയ്ക്കും. ഒരു ദിവസം ഒരു കോളേജ് പ്രൊഫസർ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയപ്പോൾ അകത്തുനിന്ന് വലിയ പ്രഭാഷണമാണ്, വലിയ ശബ്ദത്തിൽ. അദ്ദേഹം വിചാരിച്ചു അകത്ത് ധാരാളം പേരുണ്ടാവും. അദ്ദേഹം ഭക്തിയോടെ ശ്രദ്ധയോടെ അകത്ത് കിടന്നപ്പോൾ സ്വാമിജി മാത്രം ഇരുന്ന് പ്രസംഗിക്കുക. ഒരു കുട്ടിയില്ല, ഒരു കുട്ടി. എന്നാൽ കേൾക്കാൻ ഒരാൾ വേണ്ടേ? അദ്ദേഹം കേട്ടിരുന്നു ആ അമൃതവാണികളെ. അവസാനം നമസ്കരിച്ചു. അദ്ദേഹത്തിന് അന്ന് വരെ ഒരു സന്യാസിയെ നമസ്കരിച്ച് ശീലമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ആ സംസ്കാരവുമില്ല. അറിയാതെ നമസ്കരിച്ചു. ഒരു സംശയമുണ്ട്. എന്താ സംശയം? അല്ല, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ വരുന്നതിന് മുമ്പ്. ഒരു മൈക്ക് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം ഞാൻ പറയണത് അയാളെങ്കിലും കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പറയണത്, അയാൾ ഇരിക്കണത് ഇയാൾ നിർത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ വിചാരിക്കാം. ഇതങ്ങനെയൊന്നല്ല, ഒരു മനുഷ്യനും ഇല്ല. അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്തിന് ചെയ്യണം. നിങ്ങൾ നോക്കിക്കോളൂ, ഏതാനും കാലം കഴിയുമ്പോൾ ആയിരങ്ങൾ ഇവിടെ കേൾക്കുന്ന അവസ്ഥ വരുമെന്ന്. ഇന്ന് നമുക്ക് മൈലാപ്പൂർ ശ്യാമകൃഷ്ണ മഠത്ത് പോയാൽ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് സമയനിഷ്ഠ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് കാറ്റ് പോവാന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാറ്റ് പോവാ, ഈ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാറ്റ് പോവാ, ഒരു നിമിഷം തിരിച്ചു വരില്ല. ഇന്ന് രാവിലത്തെ ഉദയം എനിക്ക് ഒന്ന് കാണേണ്ടിയിരുന്നു എന്ന് സാക്ഷാൽ ബ്രഹ്മാവ് വിചാരിച്ചാലും സാധ്യമല്ല. കാരണം ഇന്നത്തെ ഉദയം കഴിഞ്ഞു. ഇനി നാളത്തെ ഉദയമേ പ്രാരബ്ധം ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂ. അതുകൊണ്ട് സമയത്തിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കുക. വിദ്യാർത്ഥിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും മുഖ്യം സമയനിഷ്ഠയാണെന്ന് ഓർമ്മിപ്പിച്ച് ഈ പരിപാടിക്ക് എല്ലാവിധ ശുഭസങ്കല്പങ്ങളും സമർപ്പിച്ച് ഇവിടുത്തെ പരിപാടി, തുടർ പരിപാടികൾ യഥോചിതം നടക്കട്ടെ. വളരെ വളരെ സന്തോഷം.